ഹായ് ഓൾ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്കൊരു 3 ലെയർ കമ്മൽ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ആദ്യം ഒരു ഹാഫ് പേൾ ബീഡ് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിന് ചുറ്റും സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കണം. ഇതാണ് നമ്മുടെ സ്റ്റഡ്. നെക്സ്റ്റ് അടുത്ത് വീണ്ടും ഒരു ഹാഫ് പേൾ ബീഡ് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിന് ചുറ്റും വീണ്ടും സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതാണ് സ്റ്റിക്കി പേൾ ബീഡ്സ്. സ്റ്റിക്ക് ചെയ്തിരിക്കും. അത് നമുക്ക് ഓരോന്നെടുത്ത് അതിന് ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ സെക്കൻഡ് ലെയർ. ഇങ്ങനെ ആ സ്റ്റിക്കി സ്റ്റോൺസ് ഫുള്ളിങ്ങനെ ബീഡ്സാണ് കേട്ടോ, സ്റ്റോൺ ബീഡ്സ് പോലെ ഇരിക്കുവേ. അതിങ്ങനെ ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇനി അടുത്തത് നമ്മുടെ ഏറ്റവും താഴത്തെ ലെയറാണ്. അതിന് വേണ്ടി കുറച്ചും കൂടെ വലിയ സൈസിലുള്ള പേൾ ബീഡ്സ് എടുത്ത് ഒട്ടിച്ചു കൊടുക്കണം. ഹാഫ് സൈസിൽ കിട്ടും. അത് ഒട്ടിച്ചിട്ട് അതിന് ചുറ്റും പിന്നെ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുത്തിട്ട് കുഞ്ഞ് കുഞ്ഞ് പേൾ ബീഡ്സിൻ്റെ ഹാഫായിട്ടുള്ളത് അതിന് അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. നല്ലതുപോലെ ഡ്രൈ ആയതിനു ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഓരോന്നോരോന്ന് നല്ലതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ഷേപ്പായിട്ട് ഓരോ നമ്മൾ ആദ്യം സ്റ്റിക്കി സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുത്തല്ലോ, അതിൻ്റെ സൈഡിലൊക്കെ എല്ലാം അകത്തോട്ട് നല്ലതുപോലെ കട്ട് ചെയ്ത് ഓരോ പേൾസ് കാണുന്ന രീതിയിൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കണം. കണ്ടോ, ഇങ്ങനെ നല്ല ഷാർപ്പായിട്ടുള്ള സിസേഴ്സോ അല്ലെങ്കിൽ ത്രെഡ് കട്ടറോ യൂസ് ചെയ്ത് ഇങ്ങനെ ചെയ്യാം. അപ്പം നമ്മുടെ 3 ലെയേഴ്സ് റെഡി. ഇനി നമുക്ക് ഒരു വൈറ്റ് വാക്സ് ഷീറ്റിൽ മാർക്ക് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. ഇനി അതിനുള്ള ഹൂക്കുകൾ റെഡിയാക്കാം. 3 ഐ പിൻസ് എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരെണ്ണം മാത്രം 2 സൈഡിൽ നമുക്ക് ലൂപ്പാക്കി കിട്ടണം. ഇതേ ഇങ്ങനെ നമ്മുടെ മിഡിലിൽ വെക്കുന്ന ആ ഒരു ലെയറിൽ വെച്ച് കൊടുക്കാനായിട്ടാണ്. ഇനി ഓരോന്നോരോന്നായിട്ട് ഇത് ലാസ്റ്റ് ലെയറാണ്, അതിൻ്റെ മിഡിൽ ലെയർ, പിന്നെ അതിൻ്റെ സ്റ്റഡ് എല്ലാത്തിലും വെച്ചിട്ട് വാക്സ് ഷീറ്റ് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഡ്രൈ ആയതിനു ശേഷം ഓരോന്നോരോന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഓരോന്നോരോന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, സിമ്പിളാണ്. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.